മുടക്കുമുതലില്ലാതെ തന്നെ നല്ല സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്ന വിളയാണ് കൂൺ. രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള കൂണിന്റെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അവയെ ശ്രദ്ധിക്കപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഈ വിളയ്ക്ക് പ്രത്യേക പരിചരണമോ വളമോ നൽകേണ്ട ആവശ്യം വരുന്നില്ല. കൃഷി ചെയ്യാൻ മണ്ണ് പോലും ആവശ്യമില്ലെന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന വൈക്കോൽ, അറക്കപ്പൊടി എന്നിവ മാധ്യമമാക്കി കൃഷി ഫലപ്രദമായി പോഷിപ്പിക്കാവുന്നതാണ്. കൂൺ കൃഷി എന്ന പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുകയല്ല, മറിച്ച് കൂൺ വിത്ത് മുളച്ചുപൊന്തി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുള്ള സ്വാഭാവിക പരിസ്ഥിതി ഒരുക്കുകയാണ് ഒരു കർഷകൻ ചെയ്യുന്നത്. വെളിച്ചം കടക്കാത്ത വിധം ചായ്പിലോ ചെറിയ മുറിയിലോ കൃഷി ചെയ്താൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആയിരങ്ങൾ വരുമാനമുണ്ടാക്കാവുന്ന സംരംഭമാണ് കൂൺ കൃഷി. കൂൺ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച വിത്തിന്റെ ദൗർലഭ്യം കർഷകർ അനുഭവിക്കാറുണ്ട്. അണുബാധയില്ലാത്ത തഴച്ചു വളർന്ന് നല്ല വെളുത്ത കട്ടിയുള്ള കൂൺവിത്ത് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇടകലർത്തി തടം തയ്യാറാക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത. നാട്ടിൻപുറങ്ങളിലെല്ലാം ഇപ്പോഴും ഇടിവെട്ടുമ്പോൾ പറമ്പുകളിലും തൊടികളിലുമെല്ലാം കൂണുണ്ടായോ എന്ന് നോക്കുന്നവരാണ് മലയാളികൾ. മഴക്കാലത്ത് തൊടികളിൽ നിന്ന് ഏറെ കൂൺ ലഭിക്കുന്നവരുമുണ്ട്. വളരെയേറെ രുചികരമായ ഒന്നാണിത്. ഇന്ന് നമുക്ക് വളരെ പ്രൊഫഷണലായ രീതിയിൽ കൂൺ വളർത്തിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും ആദായകരമായി വളർത്താൻ യോജിച്ചതാണ് ചിപ്പിക്കൂൺ. ഇത് വളർത്താൻ വൈക്കോൽ, അറക്കപ്പൊടി എന്നിവ വേണം. അധികം പഴക്കമില്ലാത്ത സ്വർണ്ണ നിറമുള്ള നല്ല വൈക്കോലാണ് ആവശ്യം. ഇത് ചുരുട്ടിയോ ചെറു കഷ്ണങ്ങളായി മുറിച്ചോ ഉപയോഗിക്കാം. ഇങ്ങനെ തയ്യാറാക്കിയ വൈക്കോൽ 12 മുതൽ 18 മണിക്കൂർ വരെ വെള്ളത്തിൽ മുക്കി വെക്കണം. തുടർന്ന് വെള്ളം വാർത്ത് അല്പം ഉയർന്ന സ്ഥലത്ത് വെക്കുക. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ഈ വൈക്കോൽ ഒരു വലിയ പാത്രത്തിൽ 1/2 മുതൽ 3/4 മണിക്കൂർ നേരം തിളപ്പിക്കണം. ആവിയിൽ പുഴുങ്ങിയെടുത്താലും മതി. ഇത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് 7-8 മണിക്കൂർ നിരത്തിയിടുക. പാകമാക്കിയ വൈക്കോൽ മുറുകെ പിഴിയുമ്പോൾ കയ്യിൽ ഈർപ്പം പറ്റാത്ത അവസ്ഥയാണ് പാകമെന്നോർക്കണം. ബെഡുകൾ തയ്യാറാക്കാൻ 30 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ നീളവുമുള്ള പോളിത്തീൻ കവറുകൾ ഉപയോഗിക്കാം. കവറിന്റെ അടിവശം നന്നായി കെട്ടി മറ്റേ അറ്റം വിടർത്തി വെച്ച് അതിലൂടെ ആദ്യം ഒരു വൈക്കോൽ ചുരുൾ കൈകൊണ്ട് അമർത്തി വെക്കുക. അതിനു മീതെ വശങ്ങളിൽ മാത്രം കൂൺവിത്ത് വിതരണം. ഇതിനു മീതെ അടുത്ത വൈക്കോൽ ചുരുൾ വെക്കുക. ഇതിന്റെ വശങ്ങളിലും കൂൺവിത്ത് വിതരണം. ഇങ്ങനെ 3-4 തട്ട് വരെ ഒറ്റ കവറിൽ നിറയ്ക്കാം. ഏറ്റവും മുകളിൽ നന്നായി കൂൺവിത്ത് വിതറിയിട്ട് ഒരു പ്ലാസ്റ്റിക് നൂല് കൊണ്ട് കവർ മുറുക്കി കെട്ടണം. അണുവിമുക്തമാക്കിയ ഒരു മുട്ടുസൂചി കൊണ്ട് കവറിന്റെ വശങ്ങളിൽ ചെറു സുഷിരങ്ങൾ ഇട്ടതിനു ശേഷം കൂൺ തടങ്ങൾ വൃത്തിയുള്ള ഇരുട്ടുമുറിയിൽ തൂക്കിയിടുക. 12-15 ദിവസത്തിനുള്ളിൽ കൂൺ തന്തുക്കൾ കവറിനുള്ളിൽ വളർന്ന് വ്യാപിക്കും. ഹാൻഡ് സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം തളിച്ച് ബെഡിൽ നനവ് നിലനിർത്തണം. ഒരു ബ്ലേഡ് കൊണ്ട് തടത്തിൽ ചെറിയ കീറലുകൾ ഉണ്ടാകണം. ഇനി തടങ്ങൾ സാമാന്യം ഈർപ്പവും വെളിച്ചവുമുള്ള മുറിയിലേക്ക് മാറ്റാം. ദിവസവും 2 നേരം നനയ്ക്കണം. 3-4 ദിവസം കൊണ്ട് കൂൺ പുറത്തേക്ക് വളരും. അപ്പോൾ വിളവെടുക്കാം. ബെഡുകൾ വീണ്ടും അല്പം വെള്ളം നനച്ച് സൂക്ഷിച്ചാൽ 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൂണുകൾ മുളച്ചു വരുന്നത് കാണാം. ഇങ്ങനെ 3 പ്രാവശ്യം വരെ ഒരു കൂൺ തടത്തിൽ നിന്ന് വിളവെടുക്കാം. തൂവെള്ള നിറമുള്ള പാൽക്കൂണുകളും വളർത്താം. ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. തടങ്ങൾ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ. ഇതിൽ കൂൺവിത്ത് വശങ്ങളിൽ മാത്രമല്ല മധ്യഭാഗത്ത് മുഴുവനായി വിതറും. ഒരു കവറിൽ 3 ചുരുൾ വെച്ചാൽ മതി. 15-20 ദിവസം കൊണ്ട് വിത്ത് വളർച്ച പൂർത്തിയാകും. പൂർണ്ണ വളർച്ചയെത്തിയ ബെഡുകളുടെ മുകൾ ഭാഗത്തെ കവർ വൃത്താകൃതിയിൽ മുറിച്ചു മാറ്റി കേസിംഗ് ചെയ്യണം. കമ്പോസ്റ്റ്, മണൽ, മണ്ണ് എന്നിവ തുല്യ അനുപാതത്തിലെടുത്ത് 2% കാൽസ്യം കാർബണേറ്റും ചേർത്തുണ്ടാക്കിയ മിശ്രിതം 30-40% ഈർപ്പം കൊടുത്ത് 1 മണിക്കൂർ ആവിയിൽ വെച്ച് തണുപ്പിച്ച് ബെഡുകളുടെ മുകൾ ഭാഗത്ത് 3/4 ഇഞ്ച് കനത്തിൽ പൊതിയുന്ന പ്രവൃത്തിയാണ് കേസിംഗ്. ഇവ 10-12 ദിവസം ഈർപ്പം നഷ്ടമാകാതെ വായു കിടക്കുന്ന മുറിയിൽ സൂക്ഷിക്കണം. ഇടയ്ക്ക് വെള്ളം തളിക്കണം. 7-8 ദിവസം കൊണ്ട് വളർന്ന് വിളവെടുക്കാൻ പാകമാകും. ഇടവിട്ട് 2-3 പ്രാവശ്യം വിളവെടുക്കാം. അതേസമയം കൂണുകളിൽ വിഷമുള്ളവയുമുണ്ട്. അവയെ എളുപ്പത്തിൽ തിരിച്ചറിയാനും പല മാർഗങ്ങളുമുണ്ട്. വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച്
1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ കൂൺ മഞ്ഞ നിറമാണെങ്കിൽ നല്ല കൂണെന്നും കറുപ്പ് കളർ, നീല കളർന്ന മറ്റു കളറാണെങ്കിൽ വിഷമുള്ള കൂണെന്നും മനസ്സിലാക്കാം. കൃഷിവകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പാക്കുന്ന കൂൺ ഗ്രാമങ്ങളെ കുറിച്ചറിയാം. ചെറുകിട വൻകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾക്ക് സഹായമുണ്ട്. 80 മുതൽ 100 ബെഡ് ശേഷിയുള്ള ചെറുകിട കൂൺ ഗ്രാമങ്ങൾക്ക് യൂണിറ്റ് 1-ന് 11,250 രൂപയും 300 ബെഡ് ശേഷിയുള്ള വലിയ യൂണിറ്റിന് 2 ലക്ഷം രൂപയും ആധുനിക സംവിധാനമുള്ള കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റിന് 2 ലക്ഷം രൂപയും പാക്ക് ഹൗസിന് 2 ലക്ഷം രൂപയും മൂല്യവർധനയ്ക്കുള്ള സംഭരണ യൂണിറ്റിന് 1 ലക്ഷം രൂപയും കമ്പോസ്റ്റ് യൂണിറ്റിന് 50,000 രൂപയും എന്നിങ്ങനെയാണ് സഹായം. വേണ്ടത്ര പരിശീലനവും നൽകുന്നു. വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0471 233 0857. വ്യാവസായികാടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയധികം മാർക്കറ്റ് ചെയ്യുന്ന ഒരു വിഭവമാണ് കൂൺ. നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്ന കൂൺ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത വലിയ രീതിയിൽ വിപണി പിടിച്ചെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, കൂൺ കൃഷി വീട്ടിൽ തുടങ്ങിക്കൊണ്ടുള്ള വരുമാന സ്രോതസ്സായി മാറുന്നതാണ് ഇന്ന് പലരുടെയും വിജയകഥ. നിങ്ങൾക്കും തുടങ്ങാം. ചെറിയ ശ്രമം വലിയ ഫലം. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ കൃഷിക്കാരി സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുതേ.